Good morning, students. Today we are going to see about the principles of spoilage. A general principle of spoilage ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫുഡ് ഭക്ഷണയോഗ്യമാണോ അല്ലയോ എന്ന് ആദ്യം അറിയണം. So according to Thom and Hunter, a product is fit for food if a discriminating consumer, knowing the story of its production and seeking the material itself, will eat it, and conversely the same product is spoiled when such an examiner refuses it as food. ഇതാണ് ഒരു ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് വെദർ ദ ഫുഡ് ഈസ് ഫിറ്റ് ടു ഈറ്റ് എന്നുള്ള ചോദ്യത്തിന്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് എന്താണ് പറയുന്നത്, ഒരു ഫുഡ് ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ കൺസപ്ഷൻ ഓർ ഫിറ്റ് ഫോർ കൺസപ്ഷൻ എന്ന് തീരുമാനിക്കുന്നത് ഏതാണ് കൺസ്യൂമർ, അത് അവരുടെ ജഡ്ജിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഫുഡിൻ്റെ ഫിറ്റ്നസ് തീരുമാനിക്കുന്നത്. ഇനി സാധാരണ രീതിയിൽ ഒരു ഫുഡ് നോർമൽ കണ്ടീഷൻസിൽ ഏതിലൊക്കെയാണ് നമ്മൾ റിഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ആ ഒരു ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യാതിരിക്കുക. 3 കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 3 ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഫുഡിൻ്റെ ഫിറ്റ്നസ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസയേർഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓർ മെച്യൂരിറ്റി. നമുക്കറിയാം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കേസിൽ ഒരു പാകമുണ്ട്, ആ പാകത്തിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഈറ്റിംഗ് അല്ലേ. ഒരു കൃത്യമായിട്ടൊരു മെച്യൂരിറ്റി ഉണ്ട്, ആ മെച്യൂരിറ്റി ടൈമിലാണ് നമ്മൾ ഫ്രൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, വെജിറ്റബിൾസ് ആയാലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഫോർ റൈപ്പനിങ് ഇൻ കേസ് ഓഫ് ഫ്രൂട്ട്സ്. ആൻഡ് ഇപ്പോൾ സ്വീറ്റ് കോൺ ആണെങ്കിൽ അതിനൊരു ടെൻഡർ മിൽക്കി ആയിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്. പൗൾട്രി, ഈവൻ ഇൻ കേസ് ഓഫ് മീറ്റ്, പൗൾട്രീൻ്റെ കേസിലാണെങ്കിലും യങ് ഏജാണ് ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് നല്ലത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ഫുഡ് ഷുഡ് ബി ഫ്രീ ഫ്രം ദ പൊല്യൂട്ടൻറ്റ് അറ്റ് എനി സ്റ്റേജ് ഇൻ പ്രൊഡക്ഷൻ ഓർ ഹാൻഡ്ലിങ്. നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡായാലും അത് കണ്ടാമിനേറ്റഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് ഹാൻഡ്ലിങ്ങിൻ്റെ സമയത്താവട്ടെ പ്രൊഡക്ഷൻ്റെ സമയത്താവട്ടെ. അപ്പോൾ സാധാരണ രീതിയിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെയും കൂടുതൽ സോയിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ സീവേജിൽ നിന്ന് കണ്ടാമിനേറ്റഡ് ആവാനായിട്ട്, വാട്ടർ കണ്ടാമിനേഷൻ, ഇതൊക്കെയും നടക്കാറുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇൻ സച്ച് കേസസ് ദ ഫുഡ് ഷുഡ് ബി റിജക്റ്റഡ്. ഓക്കെ, സോ കണ്ടാമിനേഷൻ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ഡിസീസ്ഡ് വർക്കേഴ്സ്, സോ ആൻഡ് ഓൾസോ നോട്ട് ആൻ ഹൈജീൻ കണ്ടീഷൻ, ഒരു സാനിറ്ററി പ്രാക്ടീസസോ ഹൈജീൻ കണ്ടീഷൻസോ ഇല്ലെങ്കിലും നമ്മൾക്ക് കണ്ടാമിനേഷനുള്ളൊരു സാധ്യതയുണ്ട്. ഫ്ലൈസ്, റോഡൻസ്, ഇതൊക്കെയും ആ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിലോ കണ്ടാമിനേഷനും അസുഖങ്ങൾക്കും കാരണമാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഫ്രീ ആക്കിയാൽ മാത്രമാണ് ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലും ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കണ്ടാമിനേറ്റഡ് ആവാൻ പാടില്ല. ഇൻസെക്ട്സോ റോഡൻസോ അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മൂന്നാമത്തേതാണ് ദ ഫുഡ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി ഒബ്ജക്ഷണബിൾ ചെയിൻ റിസൾട്ടിങ് ഫ്രം മൈക്രോബിയൽ അറ്റാക്ക് ഓർ ആക്ഷൻ ഓഫ് എൻസൈംസ് ഓഫ് ദ ഫുഡ്. ഒരു ഫുഡ് പിന്നെ ചീത്തയാവണമെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് മൈക്രോബിയൽ അറ്റാക്കാണ്. അപ്പോൾ ആ ഒരു മൈക്രോബിയൽ അറ്റാക്ക് തടയുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഫുഡ് എൻസൈംസിൻ്റെ പ്രസൻസും ഈ ഫുഡിനെ കേടാക്കാം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. ഉദാഹരണത്തിന് മിൽക്ക് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫെർമെൻറ്റേഷൻ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇൻ കേസ് ഓഫ് പ്രോട്ടീൻ ഫുഡ് അല്ലെങ്കിൽ നൈട്രോജീനസ് ഫുഡാണെങ്കിൽ പ്യൂട്രിഫാക്ഷൻ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില വെജിറ്റബിൾസ് ആയാലും അവിടെ ഒരു ഫ്ലാബിനെസ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോബിയൽ അറ്റാക്ക്. മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാൻ പാടില്ല. അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ദ ആക്ഷൻസ് ഓഫ് ദ എൻസൈംസ്, ദർ ആർ മെനി പ്രോസസ് സച്ച് ആസ് ബ്ലാഞ്ചിങ് അല്ലേ. ബ്ലാഞ്ചിങ് ഒക്കെ എൻസൈംസിൻ്റെ ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്സാണ്.
Now, what is spoilage and what are the causes of spoilage? എന്താണ് spoilage? Decay or decomposition of an undesirable nature, it is known as spoiled. ഓക്കെ, ഒരു ഫുഡിൽ സ്പോയിൽഡ് എന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഡീകേ ഓർ ഡീകമ്പോസിഷൻ ഓഫ് അൺഡിസൈറബിൾ നേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അൺഡിസൈറബിൾ നേച്ചറിലേക്ക് വരുമ്പോൾ ആ ഒരു ഫുഡ് അൺഫിറ്റ് ഫോർ ഈറ്റിംഗ് ആ ഒരു കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ പല കണ്ടീഷൻസും സാനിറ്ററി പ്രാക്ടീസസ് പ്രോപ്പറായില്ലെങ്കിലും കണ്ടാമിനേഷനുള്ളൊരു സാധ്യത വന്നാലൊക്കെ ഈ സ്പോയിലേജ് സംഭവിക്കാം. അത് ഫുഡിനെ യൂസ് ചെയ്യാത്ത രീതിയിലേക്ക് അൺഫിറ്റ് ഫോർ ഈറ്റിങ്ങിലേക്ക് കാരണമാവുകയും ചെയ്യാം. സോ വാട്ട് ആർ ദ റീസൺസ് ഓഫ് സ്പോയിലേജ്? എന്തുകൊണ്ടാണ് സ്പോയിലേജ് ഉണ്ടാവുന്നത്? 5 റീസൺസ് ആണ് പറയുന്നത്. Growth and activity of microorganism. The second one is by the action of insects. മൂന്നാമത്തത് action of enzymes, mainly the plants as well as animal based foods-ൽ നമുക്ക് കാണാവുന്ന enzymes. The fourth is pure chemical reactions, and the last one is the physical changes which can be caused during the processing of the food. അപ്പോൾ ഈ 5 കാരണമാണ് ഒരു ഫുഡിനെ സ്പോയിൽ ചെയ്യുന്നത്, അല്ലേ? നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വന്ന് കുറച്ച് നേരത്തെ അശ്രദ്ധ ഉണ്ടെങ്കിൽ അത് ബേൺ ഔട്ടായി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ്, എന്തെങ്കിലും എൻസൈമാറ്റിക് റിയാക്ഷൻസ്, ഒരു പ്യൂട്രിഫാക്ഷൻ റിയാക്ഷൻസ് നടന്നാൽ നമുക്ക് ഫുഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഇൻസെക്ട്സോ മറ്റുള്ള ജീവികളോ, അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് യൂസ് ചെയ്യില്ല. Now coming to the classification of food by ease of spoilage. അപ്പോൾ സ്പോയിലേജിൻ്റെ ഈസിനെസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഫുഡ് ക്ലാസിഫൈ ചെയ്യും? മെയിനായിട്ട് 3 തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് സ്റ്റേബിൾ ഓർ നോൺ പെറിഷബിൾ ഫുഡ്. സോ ദീസ് ഫുഡ്സ് വിച്ച് ഡു നോട്ട് സ്പോയിൽ അൺലെസ് ഹാൻഡിൽ കെയർലെസ്ലി. ഉദാഹരണത്തിന് ഷുഗർ, ഫ്ലോർ, ഡ്രൈ ബീൻസ്, അല്ലേ? നമുക്കത് വലിയ രീതിയിൽ അത് കേടാവുന്നില്ല. അത് വളരെ കെയർലെസ്സായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കേടാവുന്നത്. രണ്ടാമത്തത് സെമി പെറിഷബിൾ ഫുഡ്. സെമി പെറിഷബിൾ ഫുഡ് എന്ന് പറയുമ്പോൾ ദിസ് ഫുഡ് ആർ പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് സ്റ്റോർഡ് ആൻഡ് ദേ വിൽ റിമെയിൻ അൺസ്പോയിൽഡ് ഫോർ ഫെയർലി ലോങ് പീരീഡ്സ്. നമ്മളത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ നിൽക്കും. ഉദാഹരണത്തിന് ഈ പറയുന്ന പോലെ ആപ്പിൾസ്, പൊട്ടറ്റോസ്, നട്ട് മീറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ലാസ്റ്റ് ഈസ് പെറിഷബിൾ ഫുഡ്. പെറിഷബിൾ ഫുഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചീത്തയാവുന്ന ഫുഡ്സ്, അല്ലേ? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെയിലി ഫുഡ് ദാറ്റ് സ്പോയിൽസ് റെഡ്ലി അൺലെസ് സ്പെഷ്യൽ പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഈ പെറിഷബിൾ ഫുഡിൽ വരുന്നതാണ് മീറ്റ്, ഫിഷ്, പോൾട്രി ആൻഡ് ഈവൻ സർട്ടൺ ഫ്രൂട്ട്സ് ആസ് വെൽ ആസ് വെജിറ്റബിൾ, എഗ്സ്, milk. It all comes under this classification. Now coming to the factors affecting the kind and number of microorganisms in food. അപ്പോൾ ഒരു ഫുഡ് സ്പോയിലേജ് നടക്കണമെങ്കിൽ അവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദ കൈൻഡ് ആൻഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ആസ് വെൽ ആസ് ദ എൻവയറമെൻറ്റ് അറൗണ്ട് ദം. Okay, so the kind of spoilage of food by microorganisms and enzymes will depend on the kind and number of the agents present on the എൻവയറമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം കൈൻഡും നമ്പറും ഉണ്ട്, അതേപോലെ തന്നെ അതിന് ബാധിക്കുന്ന എൻവയറമെൻറ്റ്. നമുക്കറിയാം ഒരു റോ ഫുഡിൽ കാണാനുള്ള സാധ്യത ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ്സ്, അല്ലേ? അതുപോലെ തന്നെ ദ ഫുഡ് മേ ഓൾസോ കണ്ടെയ്ൻ ദ പ്ലാന്റ്, ആനിമൽ എൻസൈംസ്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ എൻവയറമെൻ്റൽ കണ്ടീഷൻസ് ആണ് ഈ ഒരു റാപ്പിഡ്ലി ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ് മേ കോസസ് ദ സ്പോയിലേജ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമെങ്കിലും നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെൻ വി കമ്പയർ വിത്ത് ദ കോൾഡ് സീസൺസ്. അപ്പോൾ എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്.
പിന്നെ അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ദ കൈൻഡ് ആൻഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം വിച്ച് ഈസ് ഒറിജിനലി പ്രസൻറ്റ് ഇൻ ദ ഫുഡ്. സോ ഇറ്റ് മേ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കൈൻഡ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ഓൾസോ ദ പ്രീവിയസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഗ്രോത്ത്. എങ്ങനെ കണ്ടാമിനേഷനുള്ളൊരു സാധ്യത അതിനനുസരിച്ചിട്ടാണ് അതിൽ വരുന്ന കൈൻഡ് ആൻഡ് നമ്പർ ഓഫ് ഫുഡിൻ്റെ ഇത്. അതുപോലെ തന്നെ ഏതൊക്കെയും പ്രീ ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു അതിനൊക്കെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന പ്ലാന്റ് എക്യുപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രീറ്റിംഗ് മെഷീൻസിലൊക്കെ ഈ ഒരു കണ്ടാമിനേഷനുള്ളൊരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാട്ടറിൽ അതായത് വാട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ ബയോ ബർഡൻ. സോ ദർ ആർ സർട്ടൺ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് ഓർ വിച്ച് ക്യാൻ ഏബിൾ ടു കണ്ടാമിനേറ്റ് ദ ഫുഡ് സ്റ്റഫ് ആൻഡ് ഇൻക്രീസ് ദ ബയോ ബർഡൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. ബയോ ബർഡൻ ഇൻക്രീസ് ആവുക എന്ന് പറയുന്നത് അവിടെ എന്തിന് കാരണമാകും? സ്പോയിലേജിന് കാരണമാകും. ആൻഡ് എഗെയിൻ ദ പ്രീ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ റിമൂവ് ഓർ ഡിസ്ട്രോയ് ദ കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഇൻ സർട്ടൻ കേസസ് ഇറ്റ് ക്യാൻ ഈവൻ ആഡ് ദ ഓർഗാനിസം. ഞാൻ പറഞ്ഞു സാനിറ്ററി പ്രാക്ടീസസ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ ഓർഗാനിസംസിന് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടാമിനേഷനാണ് അവിടെ സാധ്യത. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് വാട്ടർ ഇറ്റ് റിമൂവ്സ് ദ ഓർഗാനിസംസ് ഫ്രം ദ സർഫസ് ഓഫ് ദ ഫുഡ് അല്ലേ, ഫുഡ് സ്റ്റഫ്. വെദർ ഇറ്റ് ഈസ് ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ആണെങ്കിലും വാഷ് ചെയ്തെടുക്കുമ്പോൾ ആ ഓർഗാനിസത്തിന് റിമൂവ് ചെയ്യാനാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ക്യാൻ ഏബിൾ ടു ആഡ് അല്ലെ ഒരു കണ്ടാമിനേഷൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ വി ഹാവ് ടു ആഡ് എ ജെർമിസിഡൽ സൊല്യൂഷൻ. So we have to take care in every treatment process whether the treatment process kills the organism എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. whether it can decrease the kind and number of the organism എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. Now coming to the factors affecting the growth of microorganism in food. The first factor is associative factor. We all know we are in a competition. ഒരു വേൾഡ് ഓഫ് കോമ്പറ്റീഷനിലാണ് നമ്മളെല്ലാവരും. അതേപോലെ തന്നെയാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ കാര്യം. സോ ദർ ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ്സ്. ഓക്കെ. ആൻഡ് നമ്മൾ ഒരു ഫേവറബിൾ കണ്ടീഷൻ, ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് സ്റ്റഫ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു, അവിടെ ഉള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫേവറബിൾ ഫോർ ഓൾ ദ ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ് ആണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. സോ ബാക്ടീരിയ യൂഷ്വലി ഗ്രോ ഫാസ്റ്റ് ദാൻ ഈസ്റ്റ്. അത് കഴിഞ്ഞ് ഈസ്റ്റാണ് പിന്നെ ഗ്രോ ഫാസ്റ്റ് ദാൻ മോൾഡ്സ്. ഓക്കെ. പക്ഷേ ഇഫ് ദ കണ്ടീഷൻസ് ആർ അല്ലെങ്കിൽ ഏതൊക്കെയും കണ്ടീഷൻസ് ആണ് അവിടെ ഇപ്പോൾ ബാക്ടീരിയനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഈസ്റ്റാണ് ഔട്ട് ഗ്രോ ചെയ്യുന്നത്. അതുപോലെ ഈസ്റ്റിനെയും ബാക്ടീരിയനെയും സപ്രസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടെങ്കിൽ ദ മോൾഡ്സ് ക്യാൻ പ്രിഡോമിനേറ്റ്. സോ it all depend upon the association of microorganisms. ഈ അസോസിയേഷൻസ് ആണ് എന്ത് തരം അവിടെയുള്ള കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്പോയിലേജ് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ മൈക്രോ ഓർഗാനിസം സംടൈംസ് ഇറ്റ് ആക്ട് ആസ് ആൻറ്റഗോണിസ്റ്റിക് അല്ലേ. ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ബട്ട് സംടൈംസ് ഇറ്റ് ആക്ട് ആസ് സിംബയോട്ടിക്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് എഗെയിൻ ദ മൈക്രോ ഓർഗാനിസം മേ ബി സിനർജറ്റിക് രണ്ട് രീതിയിലും രണ്ടിൻ്റേതായിട്ടുള്ള ഫെർമെൻറ്റേഷൻസ് നടത്തിക്കൊണ്ട് പോകുന്നു.
അതുപോലെ തന്നെ ചിലത് പിഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ തന്നെ pHനെ എഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അസോസിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോട്ട് ഓൺലി ആൻറ്റഗോണിസ്റ്റിക്, വി ക്യാൻ സി സിംബയോട്ടിക് ഓർഗാനിസംസ്, synergetic organisms, and even we can see the pigment producing organisms from the food. And another important effect of an organism is the metabiotic one. Okay, so that is the when an organism it grows, its condition makes favorable for the growth of the second. മെറ്റബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ അവിടെ രണ്ടാമത് അത് അല്ലേ, നമ്മൾ ഇപ്പോൾ പണ്ട് പ്രവാസ ജീവിതത്തിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, വഴിവട്ടി വന്നവനാണ് അല്ലേ. ആദ്യത്തെ യാത്രകൾ ചെയ്ത ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടി, പക്ഷെ ഒരു ഫേവറബിൾ എൻവയറമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവരിനെ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസത്തിനെ അവിടെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ നടക്കുന്ന നാച്ചുറൽ ഫെർമെൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻസ് ഒക്കെയും ഈ മെറ്റബയോസിസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. അതുപോലെ തന്നെ പല ആസിഡ് ഫെർമെൻറ്റേഷൻസ്, ആസിഡ് ടോളറൻ്റ് ആയിട്ടുള്ള ലാക്ടോബാസിലായി ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതിനുശേഷം അവിടെ ഈസ്റ്റും മോൾസും ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ സക്സഷൻ, ദാറ്റ് ഈസ് ദ ഒരു പ്രൊസീഡർ ഓർഗാനിസം ഉണ്ടാവും, അതിനെ സക്സീഡ് ചെയ്ത് വരുന്ന ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ factors which affects the growth of microorganisms in food. Now coming to the environmental condition, factors which ഒന്നാമത്തെയാണ് നമ്മൾ കണ്ടത് അസോസിയേറ്റീവ് ഗ്രോത്ത്സ് അല്ലേ, അസോസിയേറ്റീവ് ഗ്രോത്ത് ആണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത്തത് കാണുന്നതാണ് ഇഫക്റ്റ് ഓഫ് എൻവയറമെൻറ്റ് കണ്ടീഷൻ. ഈ ഇഫക്റ്റ് ഓഫ് എൻവയറമെൻറ്റൽ കണ്ടീഷൻ ഞാൻ മുന്നും പറഞ്ഞതാണ്, ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ അതിന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയറമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്പോയിലേജ് വളരെ റാപ്പിഡായിട്ട് ഇനീഷ്യേറ്റീവ് ആവും. ഇനി ഈ എൻവയറമെൻറ്റിനെ മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ ഉൾപ്പെട്ടിട്ട് ഉള്ളതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ്, availability of oxygen, temperature. So these are the factors which contribute or which may affect the environment of the food. The first is the physical as well as the chemical properties of the food. അതിൽ ആദ്യത്തെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫുഡിനെ നോക്കണം. വെദർ ഇറ്റ് ഈസ് കൊളോയിഡൽ നേച്ചർ, വെദർ ഇറ്റ് ഹാസ് ബീൻ ഫ്രോസൺ, ഹീറ്റഡ്, മോയിസ്റ്റ് ഓർ ഡ്രൈഡ്, or whether it is biological structure. അതിൻ്റെ ബയോളജിക്കൽ സ്ട്രക്ചർ, വെദർ ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സ്പോയിലേജ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ദ വാട്ടർ ഇൻ ദ ഫുഡ്. വാട്ടർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ മൈക്രോബിയൽ ഗ്രോത്ത്. അപ്പം മോയ്സ്ചർ ഇറ്റ് മേ ഫെസിലിറ്റേറ്റ് ദ growth of many microorganisms, and water it is also considered as a chemical compound which is necessary for growth. Okay, and മോയ്സ്ചർ പലപ്പോഴും നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലേ ഒരു പ്രിസർവേഷൻ രീതികളിൽ. ഇറ്റ് ഈസ് ടൈഡ് അപ്പ് ബൈ സൊല്യൂട്ട്സ് ഓർ ദ വാട്ടർ ലെവൽ ഈസ് ലോവേർഡ് ബൈ ഡ്രൈയിങ് പ്രോസസ്സ്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. മോയ്സ്ചറുള്ള ഫുഡ്സ് ആണെങ്കിൽ അവിടെ ഒരു സാധ്യത എന്താ പറയുക സ്പോയിലേജിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഒരു കാര്യമാണ് ദ പ്രീ ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് മെയിനായിട്ട് കാണാവുന്നത് ഫ്രീസിങ്, അതുപോലെ തന്നെ മറ്റ് ഹീറ്റ് പ്രോസസ്സിങ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രീസിങ്ങിൽ ലോ ടെമ്പറേച്ചർ ആണെങ്കിലും ഇറ്റ് ക്യാൻ ഹാവ് എ പോസിബിലിറ്റി ടു ഡാമേജ് ദ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രീസിങ് ഇറ്റ് എഫക്ട്സ് ദ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. ഓക്കെ, and the next is heat processing. It can
ഓൾസോ ചേഞ്ച് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡ് അല്ലെ. ഫുഡിൻ്റെ കെമിക്കൽ കമ്പോസിഷനെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, അതിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ബൈ സോഫ്റ്റനിങ് ദ ടിഷ്യൂസ്, ബൈ റിലീസിങ് ദ മോയ്സ്ചർ, ബൈ ഡിസ്ട്രോയിങ് ഓർ ഫോമിങ് ദ കൊളോയിഡൽ സസ്പെൻഷൻ, ജെൽസ്, ഇമൽഷൻസ്, etc. And also by changing the penetratability of the food to moisture and oxygen. അപ്പോൾ ഹീറ്റ് പ്രോസസ്സിങ്ങും ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പ്രോസസ്സിങ്സും, വെദർ ദ അതർ ഏജൻസീസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ഫുഡ്, ഇപ്പോൾ റേഡിയോ വേവ്സ് ആയിക്കോട്ടെ, ചില ട്രീറ്റ്മെൻറ്റ്സ് ഫുഡിൻ്റെ ക്വാളിറ്റീനെ അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്പോയിലേജിനെ കുറയ്ക്കുന്നുണ്ട്, അതേസമയം അതിൽ ചേഞ്ചസും വരുത്തുന്നുണ്ട്. ഇനി അടുത്തതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫുഡ്. സോ ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡ് ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ സ്പോയിലേജ്. അപ്പോൾ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മെയിനായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് pH, nutrient content, moisture availability, oxidation reduction potential, and also the presence of the inhibitory substance. And as I said earlier, there are a temperature which can influence the rate of spoilage. ഓരോന്നിനും ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്, ഓരോ ഓർഗാനിസത്തിന് ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്, മിനിമൽ ടെമ്പറേച്ചർ ഉണ്ട്, മാക്സിമൽ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എവിടെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ സ്പോയിലേജ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ടെമ്പറേച്ചേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോറിങ് ദ ഫുഡ്സിലാണ് അല്ലേ. ഒരു പ്രിട്ടി ലോങ് ടൈം നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ അത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലിങ് കണ്ടീഷൻ, ഫ്രീസിങ് കണ്ടീഷനൊക്കെ ലോ ടെമ്പറേച്ചറാണ്. മെയിനായിട്ട് സ്പോയിലേജ് ഓർഗാനിസം മീസോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഒരു ഹോട്ട് വെതറിൻ്റെ സമയത്ത് ഈ പറയുന്ന ബാക്ടീരിയ, ബാസിലസ്, ക്ലോസ്ട്രീഡിയം, സ്ട്രെപ്റ്റോകോക്കസ്, ലാക്ടോബാസിലസ്, കോളിഫോം ബാക്ടീരിയ, ഇറ്റ് ക്യാൻ ഏബിൾ ടു ജനറേറ്റ് 26 to 43 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചൂടുള്ള കാലത്ത് പെട്ടെന്ന് ഫുഡ് സ്പോയിലേജ് ചെയ്യാനുള്ളൊരു കാരണം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് അത് techniques which we used in the food treatment process. So ഓരോ combination of factors which can affect the environment control. It can be controlled by the physical as well as chemical properties of the food, oxygen tension, oxidation reduction potential, and also the temperature will determine the kind of microorganism which mostly likely to grow in food. അപ്പോൾ ടെമ്പറേച്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് സ്പോയിലേജും സംഭവങ്ങളും നടക്കുക. ആ ടെമ്പറേച്ചറിൽ മാറ്റങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫുഡിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്തതാണ് കെമിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. ഒരു ഫുഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അടുത്തതാണ് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസിൽ മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള കെമിക്കൽ ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഒന്ന് ചേഞ്ചസ് ഇൻ നൈട്രോജിനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നൈട്രോജിനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസ് ആണ്, അമിനോ ആസിഡാണ് നൈട്രോജിനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പം അതിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി the proteins or simple peptides, polypeptides, amino acid, they can serve as nitrogenous food in organism, and there are many enzymes which can hydrolyze these proteins. But proteinases എന്ന് പറയുന്ന enzyme can hydrolyze proteins to peptides, which can give a bitter taste to the foods. Okay, and peptidases, it catalyze the hydrolysis of polypeptides, and then it is converts these peptides to amino acid. Again it can influence the taste of the food, and again there will be an anaerobic decomposition of proteins, peptides, amino acid, which can result in obnoxious odor which is called as putrefaction. അപ്പോൾ putrefaction എന്ന് പറയുന്നത്
ഡീകമ്പോസിഷൻ ഓഫ് ഫുഡാണ് മെയിനായിട്ട് ഈ പറയുന്ന നൈട്രോജിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്. അതൊരു ഒബ്നോഷ്യസ് ഓർഡേഴ്സ് കോസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ഫൗൾ സ്മെല്ലിങ്. അതുപോലെ തന്നെ സൾഫർ കണ്ടെയ്നിങ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ, മീഥൈൽ, ഈഥൈൽ സൾഫൈഡ്, മെർകാപ്റ്റൻസ്, അമോണിയ, അമൈൻസ്, ഇൻഡോൾ, സ്റ്റേറ്റോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദർ ആർ സർട്ടൺ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ഡീഎമിനേറ്റ് അമിനോ ആസിഡ്, ഡീകാർബോക്സിലേറ്റ് അമിനോ ആസിഡ്. സോ ദ എക്സാമ്പിൾസ് ആർ ഗിവൺ റൈറ്റ് ഇൻ ദ ടേബിൾ. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില organisms, they can produce certain compounds such as methylamine and carbon dioxide, അസിറ്റിക് ആസിഡ്, അമോണിയ, മീഥേൻ ഇതൊക്കെ ഫുഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സാധാരണ രീതിയിൽ അലൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആൽഫ കീറ്റോ ആസിഡ്, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, അസിറ്റിക് ആസിഡ്, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, പ്രൊപ്പിയോണിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ സ്യൂഡോമോണാസ്, ക്ലോസ്ട്രീഡിയ ഇതൊക്കെ മെയിനായിട്ട്, അതുപോലെ തന്നെ ഈക്കോളൈ ഒക്കെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് മിസ് ഈ പറഞ്ഞിരിക്കുന്നത് അലൈനിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആസിഡ്സ് ഈ ഒരു ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈട്രോജിനസ് കോമ്പൗണ്ട്സിൽ നിന്ന് ഒരുപാടായിട്ട് ഒബ്നോഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗെയിൻ സർട്ടൺ നൈട്രോജിനസ് കോമ്പൗണ്ട്സ് ദേ ഡികമ്പോസ് ടു എമൈഡ്സ്, ഇമൈഡ്സ്, യൂറിയ. പിന്നെ അതേപോലെ തന്നെ ഗ്വാനിഡിൻ, ക്രിയാറ്റിൻ, ഇറ്റ് വിൽ yield യൂറിയ, അമോണിയ. Amines, purines and pyrimidines, it can yield ammonia, carbon dioxide and organic acid. അപ്പോൾ ഇത്രയാണ് നൈട്രോജിനസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നടക്കുന്ന ചേഞ്ചസ്. ഇനി അതേപോലെ തന്നെ നോൺ നൈട്രോജിനസ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. നോൺ നൈട്രോജിനസ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിലാദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിന് മെയിനായിട്ട് മൈക്രോ ഓർഗാനിസംസ് ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു എനർജി yielding ഫുഡായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. So as you all know, di-tripolysaccharides, they can be hydrolyzed to simple sugars. Okay, for monosaccharides they are oxidized to carbon dioxide and water, and again anaerobically it can undergo decomposition. Main ആയിട്ട് ഫെർമെൻറ്റേഷൻസ് ആണ് അല്ലേ, ഫെർമെൻറ്റേഷൻസിലേക്കാണ് അനറോബിക് ഡീകമ്പോസിഷൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് 6 തരത്തിലുള്ള ഫെർമെൻറ്റേഷൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സിൽ കാണുന്നത്. ഒന്നാമത്തത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ ഈസ്റ്റ്. ഈ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്താണ് ഉണ്ടാകുന്നത്? എത്തനോളും കാർബൺ ഡയോക്സൈഡും. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ ഹോമോ ഫെർമെൻറ്റേറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. മൂന്നാമത്തത് മിക്സഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ by heterofermentative lactic acid bacteria, and it gives lactic acid, acetic acid, ethanol, glycerol അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകും. പിന്നെ കോളിഫോം ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ കോസ്ഡ് ബൈ കോളിഫോം ബാക്ടീരിയ, and also it also produce lactic acid, acetic acid, formic acid, etc. And the last one, propionic fermentation by propionic bacteria. Again propionic, acetic, succinic acid, carbon dioxide produce ചെയ്യുന്നുണ്ട്. Butyric, butyl isopropyl fermentation by anaerobic bacteria which can yield butyric, acetic acid, carbon dioxide, hydrogen. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ മൈക്രോ ഓർഗാനിസംസ് യൂട്ടിലൈസ് ചെയ്യുന്നത് എനർജി സോഴ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ അനറോബിക്കലി അതിനെ ഡികമ്പോസ് ചെയ്ത് ഈ 6 ഫെർമെൻറ്റേഷൻസ് വഴി ഈ ആൽക്കഹോൾസ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു നോൺ നൈട്രോജിനസ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ആസിഡാണ്. സോ അഗെയിൻ മെനി ഓർഗാനിക് ആസിഡ്സ് ആർ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ഫുഡ്. സോൾട്ടായിട്ടും മറ്റു ഓർഗാനിക് ആസിഡായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓർഗാനിക് ആസിഡിനെ
ഈ മൈക്രോ ഓർഗാനിസം ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കും. മെയിനായിട്ട് ഫിലിം ഈസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ആസിഡ് ദേ ആർ ഓക്സിഡൈസ്ഡ് ടു ഫോം ഷുഗേഴ്സ് ഫോം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചില സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ദേ ക്യാൻ ബി ഡീഗ്രേഡഡ് ടു അസിറ്റിക് ആസിഡ്. പിന്നെ അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോക്സി ഫാറ്റി ആസിഡ് ഇറ്റ് ക്യാൻ ബി ഡീഗ്രേഡഡ് ഇൻ എ സിമിലർ മാനർ ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സാച്ചുറേറ്റഡ് ആസിഡ്. ഇതൊക്കെയാണ് ഓർഗാനിക് ആസിഡിൽ മൈക്രോ ഓർഗാനിസംസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എത്തനോൾ, ചില ഓർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് ദേ ആർ ഓക്സിഡൈസ് ടു ഓർഗാനിക് ആസിഡ്. an എക്സാമ്പിൾ പറയുന്നത് എത്തനോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു അസിറ്റിക് ആസിഡ്. അതുപോലെ തന്നെ ഗ്ലിസറോൾ ദേ ക്യാൻ ബി ഡിസിമിലേറ്റഡ് ഫ്രം or disseminated to form the products. ഇനി അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ലിപ്പിഡ്സ്, ഫാറ്റ്സ് ദേ ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ് ബൈ എൻസൈം ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ദേ മേ ബി ഡിഗ്രേഡഡ് ടു ഫോം ഫോസ്ഫേറ്റ്, ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ് എക്സെട്ര. അടുത്തൊരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പെക്റ്റിക് സബ്സ്റ്റൻസസ് ആണ്. നമുക്കറിയാം ചില ഫ്രൂട്ട്സിലൊക്കെയും പെക്റ്റിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അല്ലേ, ആപ്പിൾ പോലെയുള്ള പദാർത്ഥങ്ങളിൽ. അപ്പോൾ എന്താണ് പെക്റ്റിൻ്റെ പാരൻറ്റ് പെക്റ്റിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോട്ടോപെക്റ്റിനാണ്. സോ പ്രോട്ടോപെക്റ്റിൻ ഇസ് കൺവേർട്ടഡ് ടു പെക്റ്റിൻ. Okay, now what happens is that there are certain enzymes produced by microorganism. ചില മൈക്രോഓർഗാനിസത്തിന് ചില എൻസൈംസ് pectin esterase, and this can hydrolyze the methyl ester linkage of pectin. പെക്റ്റിൻ്റെ methyl ester ലിങ്കേജിൽ ഹൈഡ്രോളിസിസ് നടത്തി പെക്റ്റിക് ആസിഡും മെത്തനോളും ഫോം ചെയ്യും. അതുപോലെ തന്നെ പോളിഗാലക്ടുറോണേസസ് it can such enzymes it can destroy the linkage between galacturonic acid and it can convert into galactronic acid ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ആ പെപ്റ്റിനെ ഗാലക്ട്രോണിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നോൺ നൈട്രോജിനസ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കാര്യം പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ്സ്, ഓർഗാനിക് ആസിഡ്, and again the other compounds such as lipid, peptic substances, etc. So here in this class we have seen about the principles of spoilage. I hope you have understood.